Good morning all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ ടൈം ഡിപ്പെൻഡന്റ് ഫോം ആണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? ആ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? അത് നമ്മൾ എപ്പോൾ ചോദിച്ചാലും പറയണം. ഓക്കെ, അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇക്വേഷൻ ആണത്. ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ബി സൈ എന്നായിരുന്നു ഇക്വേഷൻ അല്ലേ? എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയാം? നമുക്ക് വേവ് ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മള് പിന്നെ കഥ പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മൾ എങ്ങനെ അങ്ങോട്ട് വന്നതെന്ന് ഓർമ്മയുണ്ടോ? ആറ്റത്തിന്റെ മോഡൽ ഫെയിലിയർ ആയ ഒരു കഥ ഞാൻ പറഞ്ഞിരുന്നില്ലേ? റുദർഫോർഡും ബോറും ഒക്കെ ഫെയിൽ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. ആറ്റം മോഡലിന്റെ സ്റ്റെബിലിറ്റി, അതുപോലെ സ്പെക്ട്ര, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നത് അല്ലേ? അപ്പം ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റം ആണ് അല്ലെ? ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ഇറ്റ്. അപ്പൊ അതുപോലത്തെ ഒരു സിസ്റ്റത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇങ്ങനെ വരുന്നത് അല്ലെ? വന്ന വഴി മറക്കരുത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പം അതിന് സോൾവ് ചെയ്യാൻ ആ ആറ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിനകത്ത് ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ കണ്ടാൽ നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. അതിനും നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അവിടെ ശരിക്കും എന്താണ്? ഇലക്ട്രോൺ ഈസ് ഇൻ മോഷൻ അറൌണ്ട് ദ ന്യൂക്ലിയസ്. ആ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് നമ്മൾ ഇത്. അതിന് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ആറ്റത്തിന്റെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ. അപ്പൊ അങ്ങനെയാണ്. അപ്പോ പിന്നെ ഇത് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. ഇനി ഇക്വേഷന്റെ നമ്മൾ വേവ് ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഇക്വേഷന്റെ ഒരു പ്രത്യേകതയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ പ്രത്യേകതയാണ് ലീനിയാരിറ്റി ആൻഡ് സൂപ്പർ പൊസിഷൻ ഓഫ് Schrodinger's equation. Linearity and superposition of Schrodinger's equation. Okay, അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഈ ഇക്വേഷന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് psi ഈസ് ലീനിയർ. ഓക്കെ, ഈ വേവ് ഫംഗ്ഷൻ psi എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ Schrodinger's equation ഈസ് ലീനിയർ ഇൻ psi എന്ന് പറയാം. ഓക്കെ, Schrodinger's equation ഈസ് ലീനിയർ ഇൻ psi. ലീനിയർ ഇൻ psi എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഇതിനകത്ത് all terms should contain psi or its derivatives. എല്ലാ ടേമിനും psi ഉണ്ടാവും. അതാണ് ഒരു പ്രത്യേകത. ഇപ്പൊ ഇവിടെ നമുക്ക് i is close dou psi by dou t minus h close square by 2 dou square psi by dou x square, പിന്നെ v psi. അങ്ങനെ എല്ലാ ടേംസിലും എന്തുണ്ടാവും? psi ഉണ്ടാവും അല്ലെ? ഓൾ ടേംസ് ഷുഡ് കണ്ടെയ്ൻ psi. അതുപോലെ ഓർ ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് അല്ലെ? അതുപോലെ പിന്നെ അതിന്റെ ഹയർ ഓർഡേഴ്സ് ഉണ്ടാവില്ല. സൈയുടെയോ അല്ലെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ്സിന്റെയോ ഹയർ ഓർഡേഴ്സ് ആ ഇക്വേഷനകത്ത് ഉണ്ടാവുകയില്ല. അതാണ് ലീനിയർ ഇൻ psi എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതൊരു സ്റ്റേറ്റ്മെന്റ് ആയി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. Schrodinger's equation എന്താണ്? ലീനിയർ ഇൻ വേവ് ഫംഗ്ഷൻ psi ആണ്. This means that the equation has terms that contain only psi and its derivative, and all term is dependent on psi. അതുപോലെ it does not contain terms involving higher powers of psi or its derivatives അല്ലേ? അങ്ങനെ ഒരു പിന്നെ ലീനിയാരിറ്റി ഉണ്ടായതുകൊണ്ട് പിന്നെ psi എന്ന് പറഞ്ഞത് ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ psi is linear in പിന്നെ this equation എന്ന് പറഞ്ഞാൽ if psi1 is a solution of this equation എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇക്വേഷനകത്ത് നമ്മൾ psi1 ഇട്ട് കൊടുത്താൽ അപ്പുറത്തും ഇപ്പുറത്തും ഈക്വൽ ആവും. അതല്ലേ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ? ഇപ്പം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടോ? അത് സോൾവ് ചെയ്യാൻ നമുക്ക് എക്സോ വൈയോ ഒക്കെ കിട്ടും അല്ലെ? ആ വാല്യൂ എന്താവും? ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ പറയാ, ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും അല്ലെ? അതുപോലെ ഞാൻ ഈ ഇക്വേഷൻ സോൾവ് ചെയ്തുകൊണ്ട് ഞാന് ഒരു സൊല്യൂഷൻ കണ്ടു. അപ്പം psi1 ഒരു സൊല്യൂഷൻ ആണെന്ന് എഴുതാം. അതുപോലെ psi2 ഈസ് ആൾസോ എ സൊല്യൂഷൻ. ഇഫ് psi1 ഈസ് എ സൊല്യൂഷൻ ആൻഡ് psi2 ഈസ് അനദർ സൊല്യൂഷൻ, then a linear combination of psi1 and psi2 is also a solution അല്ലെ? That is psi equal to some a psi1 plus b psi2 is also a solution. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതാണ് ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഞാൻ പറഞ്ഞത് എന്താണ്? Schrodinger's equation is linear in psi അല്ലെ? ലീനിയർ ഇൻ psi ആണ്. അതിനകത്ത് psi എല്ലാ ടേംസിലും ഉണ്ടാവും. അതുപോലെ
അതിന്റെ ഹയർ പവേഴ്സ് സൈഡേയോ അല്ലെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവിന്റെയോ ഹയർ പവേഴ്സ് ആ ഇക്വേഷനകത്ത് ഉണ്ടാവില്ല. അതുപോലെ if psi1 and psi2 are two separate solutions, then a combination, a linear combination of psi1 and psi2 will also be a solution. psi1 ഉം psi2 സെപ്പറേറ്റ് സൊല്യൂഷൻസ് ആണെന്ന് കരുതുക, രണ്ടും ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കരുതുക. അങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എന്താണ് a psi1 plus b psi2, a and b are constants, അതും എന്തായിരിക്കും ഒരു സൊല്യൂഷൻ ആയിരിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് എന്താണ് ഒരു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും ഒബേ ചെയ്യും. സൈ വിൽ ആൾസോ ഒബേ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അല്ലെ. ഏതുപോലെ നമ്മുടെ പിന്നെ വേവ്സിന്റെ ഒക്കെ പോലെ, സാധാരണ നമ്മുടെ വേവ്സിന്റെ ഒക്കെ പോലെ ഇതും എന്ത് ചെയ്യും, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും അല്ലെ. അപ്പം സൗണ്ട് വേവ്സിന്റെയും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെയും ഒക്കെ പോലെ ഈ പറഞ്ഞ വേവ് ഫംഗ്ഷനും എന്ത് ചെയ്യും, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമുക്ക് ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ നോക്കാം. ഓക്കെ, ഇങ്ങനെ ഇവിടെ ഒരു സ്ലിറ്റ് 1 ഉണ്ട്, സ്ലിറ്റ് 1, ഇവിടെ ഒരു സ്ലിറ്റ് 2 ഉണ്ടെന്ന് കരുതാം. ഇങ്ങനെ 2 സ്ലിറ്റ് ഉണ്ടെന്ന് കരുതാം. ഓക്കെ, ഇനി ഇവിടുന്ന് എന്തോ ഒരു പിന്നെ സോഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഒരു ലൈറ്റ് സോഴ്സ് അവിടെ നിന്ന് വരുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇലക്ട്രോൺ സോഴ്സ് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെന്ന് കരുതാം. ഓക്കെ, ഇവിടെ ഞാൻ സ്ലിറ്റ് 1 ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വേവ് ഫംഗ്ഷൻ psi1 ആണെന്ന് എഴുതുക. The wave function associated with slit 1 is psi1 and the wave function associated with slit 2 is psi2 ആണെന്ന് എഴുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ if slit 1 is open, slit 2 അടച്ചിട്ട് ഞാൻ slit 1 ഓപ്പൺ ചെയ്ത് വെക്കാന്ന് വെച്ചാൽ ഇത് പിന്നെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ റേഡിയേഷൻസോ അല്ലെങ്കിൽ ഇലക്ട്രോൺസോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ട്, എന്നിട്ട് നമ്മൾ അവിടെ ഇന്റർഫറൻസ് പാറ്റേൺസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പൊ സ്ലിറ്റ് 1 മാത്രം തുറന്നു വെച്ചാൽ അതിന്റെ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാവും, ഇങ്ങനെയാവും അല്ലെ. ഈ രീതിയിലാവും അതിന്റെ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. ഓക്കെ, ഇതിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒപ്റ്റിക്സിൽ ഒരുപക്ഷെ കൂടുതലായിട്ട് ഇന്റർഫറൻസിനെ കുറിച്ചും അതിന്റെ പാറ്റേൺസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് അവിടെ ക്ലിയർ ആവും. എന്തായാലും ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ 2 സ്ലിറ്റ് ഉണ്ട്, അത് രണ്ടും ഓപ്പൺ ചെയ്താൽ അതിലെ വേവ്സ് പോയി ഇന്റർഫിയർ ചെയ്തുണ്ടാവും, ഇന്റർഫറൻസ് പാറ്റേൺസ് ഉണ്ടാവും. അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം സ്ലിറ്റ് 1 മാത്രം തുറന്നാൽ അവിടെ ഒരു ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാവും, ഇങ്ങനെയാവും. ഈ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താവും, it will be equal to, that is P1 equal to mod psi1 square എന്നാവും അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്, psi1 star psi1 അല്ലെ. mod psi square എന്ന് പറഞ്ഞാൽ psi star psi അല്ലേ. അപ്പൊ mod psi1 square എന്ന് പറഞ്ഞാൽ psi1 star psi1 ആയി. ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം, ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ എന്താണ് സ്ലിറ്റ് 1 ഓപ്പൺ അല്ലെ. ഇനി ഞാൻ സ്ലിറ്റ് 2 മാത്രം തുറന്നില്ല. ഓക്കെ, സ്ലിറ്റ് 2 മാത്രം തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയാവും, അതിന്റെ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇതുപോലെയാവും അല്ലെ. ഇത് സ്ലിറ്റ് 2 ഓപ്പൺ അല്ലെ. ദിസ് വിൽ ബി P2 which is equal to mod psi2 square അല്ലെ, which is equal to psi2 star psi2 അല്ലെ. സ്ലിറ്റ് 2 മാത്രം തുറന്നാൽ ഇങ്ങനെയാണ്. ഇനി ഞാൻ ഇന്റർഫറൻസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് തുറന്നത്, രണ്ടും തുറന്നിട്ടാണ്. അപ്പൊ എന്താവും, അപ്പൊ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ. ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ. ഇതെന്താണ്, P1 ആണ്, അതുപോലെ ഇതെന്താണ് P2 ആണ് അല്ലെ. എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിസൾട്ടന്റ് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, P1 പ്ലസ് P2 ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. എങ്ങനെയാണ്, ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഇമ്പോർട്ടന്റ് ആണ്, ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഓൺലി വേവ് ഫങ്ഷൻസ് ആഡ്, നോട്ട് പ്രോബബിലിറ്റീസ്. സ്ലിറ്റ് 1 തുറന്നപ്പോഴുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ P1 ആണ്, സ്ലിറ്റ് 2 തുറന്നപ്പോഴുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ P2 ആണ്. അങ്ങനെയാണെങ്കിൽ സ്ലിറ്റ് 1 ഉം 2 ഉം ഒരുമിച്ച് തുറന്നാലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ P1 പ്ലസ് P2 അല്ല. ഓക്കെ, അതാണ് P1 പ്ലസ് P2 ആണ്. ഇത് ഈ ഡിസ്ട്രിബ്യൂഷൻ ആണ് P1 പ്ലസ് P2 വരിക. പക്ഷെ അങ്ങനെയല്ല. എങ്ങനെയാണ്, ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഓൺലി വേവ് ഫങ്ഷൻസ് ആഡ്, നോട്ട് പ്രോബബിലിറ്റി. വേവ് ഫങ്ഷൻസ് ആണ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇനി ഇത് രണ്ടും കൂടെ തുറന്നാൽ അല്ലെ, സ്ലിറ്റ് 1 and 2 ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല വരണ്ടേ. സ്ലിറ്റ് 1 ഉം 2 ഉം കൂടെ ഞാൻ തുറന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാ വരണ്ടേ,
ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതെന്താണ് psi equal to അല്ലെങ്കിൽ psi1 പ്ലസ് psi2ന്റെ ഇങ്ങനെയാണ് അല്ലേ. ഞാനിവിടെ മോഡ് psi1 സ്ക്വയർ എന്ന് പറഞ്ഞു, ഇവിടെ മോഡ് psi2 സ്ക്വയർ എന്ന് പറഞ്ഞു, ഇവിടെ മോഡ് psi1 പ്ലസ് psi2 ഹോൾ സ്ക്വയർ. വേവ് ഫംഗ്ഷൻസ് ആണ് ആഡ് ചെയ്യാം, പ്രോബബിലിറ്റി അല്ല ആഡ് ചെയ്യാം അല്ലേ. ഇനി അതിന്റെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞെന്താണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്, ആ ഡിസ്ട്രിബ്യൂഷൻ P1 പ്ലസ് P2 ആണെന്നാണ്. പക്ഷേ സത്യത്തിൽ എങ്ങനെയാണ്, അങ്ങനെയല്ല അല്ലെ. ഇഫ് the resultant wave function psi equal to psi1 plus psi2, then അവിടെ അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും, മോഡ് psi സ്ക്വയർ ഈക്വൽ ടു എന്താണ് psi സ്റ്റാർ psi എന്നല്ലേ, which is equal to psi1 star plus psi2 star into psi1 plus psi2. ഇതാണ് psi സ്റ്റാർ psi എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ എന്താവും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും, psi1 star psi1 this into this plus psi1 psi2 plus psi2 star psi1 അങ്ങനെ തന്നെയല്ലേ, psi1 star psi1 psi1 star psi2 അല്ലേ. അതുപോലെ psi2 star psi1 പിന്നെ പ്ലസ് psi2 സ്റ്റാർ psi2 എന്ന് വരും. വലിയ കൺസെപ്റ്റ് ഒന്നും പോയിട്ടില്ല കേട്ടോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാ പറയുന്നത്. നിങ്ങളിപ്പോ പെട്ടെന്ന് എന്തൊക്കെയോ മാറിയ പോലെ ഒന്നും വിചാരിക്കണ്ട, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യും കേട്ടോ. നോക്കാം, ഇങ്ങനെയാണ്. ഇനി എന്താണ് psi1 സ്റ്റാർ psi1 എന്ന് പറഞ്ഞാൽ, psi1 സ്റ്റാർ psi1 എന്ന് പറഞ്ഞാൽ മോഡ് psi1 സ്ക്വയർ, psi1 സ്റ്റാർ psi1 എന്ന് പറഞ്ഞാൽ മോഡ് psi1 സ്ക്വയർ. മോഡ് psi1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, P1 അല്ലേ. പ്ലസ് എന്താണ് psi2 സ്റ്റാർ psi2 എന്ന് പറഞ്ഞാൽ, psi2 സ്റ്റാർ psi2 എന്ന് പറഞ്ഞാൽ മോഡ് psi2 സ്ക്വയർ which is equal to P2 അല്ലേ. പ്ലസ് എന്തും കൂടെ വരുന്നുണ്ട്, psi1 സ്റ്റാർ psi2 പ്ലസ് psi2 സ്റ്റാർ psi1 അല്ലേ. ഇതും ഇതും. അപ്പൊ ശരിക്കും വരുന്നത് എങ്ങനെയാണ്, P1 പ്ലസ് P2 അല്ല, അതിന്റെ കൂടെ രണ്ട് അഡീഷണൽ ടേംസ് ഉണ്ട്. എന്താണ്, psi1 സ്റ്റാർ psi2 ആൻഡ് psi2 സ്റ്റാർ psi1 എന്ന് പറയും. അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ വരിക അല്ലെ. ഇതാണ് അതിന്റെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇന്ന് ഞാൻ ജസ്റ്റ് പിന്നെ നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്നൊന്നും വേണ്ട, ഷ്രോഡിംഗേഴ്സ് ഇക്വേഷന്റെ ഒരു പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്. ഷ്രോഡിംഗേഴ്സ് ഇക്വേഷനിൽ എന്താണ്, ഇറ്റ് വിൽ ബി psi വിൽ ബി ലീനിയർ അല്ലെ. അത് that equation will be linear in psi അല്ലെ. അതായത് അതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷനും എന്തായിരിക്കും, ഒരു സൊല്യൂഷൻ ആയിരിക്കും അല്ലെ. ഇനി ഇത്തരത്തിൽ അത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും ഒബേ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പം അത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പം അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞത്, ക്വാണ്ടം മെക്കാനിക്സിൽ വേവ് ഫംഗ്ഷൻസ് ആണ് ആഡ് ആവുക, അല്ലാതെ പ്രോബബിലിറ്റി അല്ല അല്ലെ. ഒന്നിനുള്ള പ്രോബബിലിറ്റി P1 ആണ്, മറ്റൊന്നിനുള്ള പ്രോബബിലിറ്റി P2 ആണ് അല്ലെ. അപ്പൊ രണ്ടിനും കൂടെ ഉള്ള പ്രോബബിലിറ്റി P1 പ്ലസ് P2 അല്ല അല്ലെ. ഒന്നാമത്തിന്റെ വേവ് ഫംഗ്ഷൻ കാണുക, രണ്ടാമത്തിന്റെ വേവ് ഫംഗ്ഷൻ കാണുക, psi1 കാണുക, psi2 കാണുക, എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യുക, psi1 പ്ലസ് psi2 ചെയ്യുക, എന്നിട്ട് അതിന്റെ മോഡ് കാണുക അല്ലെ, മോഡ് psi1 പ്ലസ് psi2 സ്ക്വയർ ഇതുപോലെ. അപ്പോഴാണ് നമുക്ക് കിട്ടുക നെറ്റ് പ്രോബബിലിറ്റി കിട്ടും അല്ലെ. അത്രയാണ് ഇന്ന് പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഫർദർ കാര്യങ്ങളിലേക്ക് പോവാം. സി യു. താങ്ക് യു ഓൾ.